ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് കുക്കിംഗ് അല്ല, ഒരു കുറച്ച് കറ്റാർവാഴ നട്ടായിരുന്നു. അതിൽ നിറച്ച് തൈകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് പറിച്ചു നടുന്നതെന്ന് കാണാം. നിറച്ച് തൈകൾ വന്നിട്ടുണ്ട്. ഇത് പറിച്ചു നട്ടെങ്കിലാണ് നല്ല രീതിയിൽ പിന്നെയും വരുവുള്ളൂ. നിറച്ച് തൈകളാണ്. ഇത് തൈകളൊന്ന് പറിച്ചു നോക്കാം. കുറെ തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയാണ് പറിക്കുന്നുള്ളൂ. അത് നടാം നമുക്ക്. അതെങ്ങനെയാണ് നടുന്നതെന്ന് കാണാം കേട്ടോ. എൻ്റെ വളപ്രയോഗങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി അരിയുന്നതിൻ്റെ അടുക്കള വേസ്റ്റും ചകിരിച്ചോറും കൂടി കൂട്ടി കലർത്തിയതാണിത്. അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിന്റെ വേസ്റ്റ്, പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടി ഇടും. നല്ലൊരു അടിപൊളി വളമാണിത്. അടിവളമായിട്ട് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മണ്ണ്. കുറെ തൈകളുണ്ട്, നമുക്ക് നട്ടു കൊടുക്കാം. വേഗം ഇതിൻ്റെ വേരൊക്കെ പിടിച്ച പെട്ടെന്ന് വലുതാവും. ഇത് കുറേ തൈകളുണ്ട് നടാനായിട്ട്. അപ്പോൾ കുറച്ചാണ് നടുന്നുള്ളൂ. കറ്റാർവാഴയുടെ ഉപയോഗം പറഞ്ഞുതരാം. ഇതിൻ്റെ ഇതൾ പറിച്ചെടുക്കുക. രണ്ട് സൈഡും മുള്ളുണ്ട്, അത് ചെത്തിക്കളയാം. ഇതിലൊരു മഞ്ഞ ദ്രാവകം ഉണ്ടാവും. ഇത് നമ്മൾ മുറിച്ച് വെച്ചിട്ട് ഒരു അല്പനേരം വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് ഇതിലൊരു മഞ്ഞ ദ്രാവകം ഉണ്ടാവും. അത് കളയണം. അല്പനേരം ഇരിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം.
ഇതിൻ്റെ ഈ മഞ്ഞ ദ്രാവകം കളഞ്ഞ ശേഷം, കറ്റാർവാഴയുടെ മഞ്ഞ ദ്രാവകം കളഞ്ഞ ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ ജെല്ല് മുഖത്ത് തേച്ച് കൊടുക്കാം. നല്ല മസാജായിട്ട് ചെയ്യണം. ഒരു 2-3 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് ഇതുമ്പോൾ കരിമങ്കല്യം മാറി കിട്ടും. മുഖത്തിന് നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവും. ഒരാഴ്ചയോളം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുഖത്ത് കരിമങ്കല്യം പാടെ മാറിക്കിട്ടും. എൻ്റെ മുഖത്ത് നല്ല കട്ട പോലെ നല്ല കറുത്തിട്ട് കരിമങ്കല്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ ഈ കറ്റാർവാഴ ജെല്ല് ഇങ്ങനെ മസാജ് ചെയ്ത് ഒരാഴ്ചയോ 1.5 ആഴ്ചയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ ചെയ്ത് നോക്കാം. നല്ല മുഖത്തിന് നല്ല ഗ്ലേസിങ്ങും കരിമങ്കല്യവും മാറിക്കിട്ടും.